ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഏഞ്ചൽ ബ്രോക്കിംഗിൽ ഏറ്റവും പുതിയ രീതിയിൽ എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഏഞ്ചൽ ബ്രോക്കിംഗ് വരുന്നത് ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ കാറ്റഗറിയിലാണ്. സെറോദയും അപ്സ്റ്റോക്സും വരുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ ഫുൾ സർവീസ് ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ ഏഞ്ചൽ ബ്രോക്കിംഗ് മറ്റുള്ളവർ നൽകുന്നതിനേക്കാളും വളരെ കൂടുതൽ സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ഏഞ്ചൽ ബ്രോക്കിംഗിൽ മറ്റുള്ളതിനേക്കാളും ചാർജസ് കൂടുതലാണ് എന്നല്ല. ഏഞ്ചൽ ബ്രോക്കിംഗിൽ അക്കൗണ്ട് ഓപ്പണിംഗ് തികച്ചും സൗജന്യമാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് എടുക്കുന്നവർക്ക് ആദ്യത്തെ ഒരു മാസത്തേക്ക് ഫ്രീ ബ്രോക്കറേജ് ആണ്. ഇതുകൂടാതെ ആദ്യത്തെ ഒരു വർഷത്തേക്ക് AMC ചാർജസ് ഇല്ല. അതായത് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജസ് യാതൊന്നും അടയ്ക്കേണ്ടതില്ല. സെറോദയിലാണെങ്കിൽ 350 രൂപയും അപ്സ്റ്റോക്സിലാണെങ്കിൽ മാസം 30 രൂപ വെച്ച് ഏകദേശം വർഷത്തിൽ 350 രൂപ വരെയാണ് ഈ ചാർജസ് വരുന്നത്. ഏഞ്ചൽ ബ്രോക്കിങ്ങിലാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഇല്ല. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ഓരോ മാസവും ഒരു 20 രൂപ വെച്ച് മാസം അടയ്ക്കേണ്ടി വരുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് ലാഭമാണ്. കൂടാതെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മാർജിൻ ട്രേഡ് ഫണ്ട് ഫെസിലിറ്റി ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ 4 ഇരട്ടി തുകയ്ക്ക് വരെ ഷെയറുകൾ ഡെലിവറി എടുക്കാവുന്നതാണ്. അതായത് എൻ്റെ കയ്യിലിപ്പോൾ 25,000 രൂപയുണ്ടെന്ന് കരുതുക. അതിൻ്റെ 4 ഇരട്ടിയാണ് 1,00,000. ഈ 1,00,000 രൂപ നമ്മൾക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് ലോണായിട്ട് തരും. ഈ ലോണായിട്ട് തരുന്നത് ആദ്യത്തെ 2 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് അവർ നമുക്ക് ലോൺ തരും. അതിനുശേഷം ഈ 1,00,000-ന് 0.049% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ തന്നെ ഒരു ദിവസത്തിൽ വെറും 50 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. ഇത് നമുക്ക് വളരെ ലാഭമാണ്. കാരണം ഏതെങ്കിലും കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഷെയർ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ ഈ മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഷെയർ ബൈ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ഷെയർ പ്രൈസ് കൂടുമ്പോൾ വിറ്റ് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രാഡേ ബ്രോക്കറേജ് വരുന്നത് സെറോദയുടെയും അപ്സ്റ്റോക്സിനെയും പോലെ തന്നെ 20 രൂപ തന്നെയാണ് ഏഞ്ചൽ ബ്രോക്കിങ്ങിലും ഇൻട്രാഡേ ബ്രോക്കറേജ് വരുന്നത്. കൂടാതെ ഏഞ്ചൽ ബ്രോക്കിംഗ് ഒരു ഫുൾ സർവീസ് ബ്രോക്കർ ആയതുകൊണ്ട് ഇൻട്രാഡേക്ക് ബൈ ചെയ്യേണ്ട ഷെയറുകളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിനുള്ള ഷെയർസും ലോങ് ടൈമിന് ബൈ ചെയ്യാനുള്ള ഷെയർസിൻ്റെ റെക്കമെൻഡേഷനും എല്ലാം തന്നെ ഏഞ്ചൽ ബ്രോക്കിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഏറ്റവും പുതിയ രീതിയിൽ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചേരാവുന്നതാണ്. ധാരാളം ഫേക്ക് വെബ്സൈറ്റുകൾ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിം തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സെലക്ട് സിറ്റി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ സിറ്റി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം OTP നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. ആ OTP അവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഒരു കോഡ് വന്നിട്ടുണ്ട്, AHPKH. ആ കോഡ് ഇല്ലെങ്കിൽ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ കോഡ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്പോഴത്തെ ഓഫറുകൾ കിട്ടുക. അതിനുശേഷം ഓപ്പൺ ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് അടിയിൽ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ഇമെയിൽ IDയും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷനും കൂടി വീണ്ടും വരും. അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അപ്പോഴുള്ള ഓഫറുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ 2 ഓപ്ഷനാണ് കാണുന്നത്. ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് ഡിജി ലോക്കർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡീറ്റെയിൽസ് മാനുവലായിട്ട് എൻ്റർ ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് ഡിജി ലോക്കറാണ് ഏറ്റവും എളുപ്പത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. സെലക്ട് ചെയ്തിട്ട് ഷെയർ യുവർ KYC ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിജി ലോക്കർ എന്നുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്പർ ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ KYCയുടെ ഏറ്റവും താഴെ ഇങ്ങനെ അലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി. ഇതിൽ ഏറ്റവും ആദ്യം ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഉണ്ട്, ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്യുക, ഓപ്ഷൻസ് ഉണ്ട്, അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫാദേഴ്സ് ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അവിടെ പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് ഓപ്ഷണലാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമില്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കൊമോഡിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണ് അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരുന്നത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ ബോക്സിൽ ഒരു ടിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ താഴെ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. ആ OTP നമ്പറോട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ ക്യാമറയുടെ പെർമിഷൻ അലോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. 10 സെക്കൻഡിൻ്റെ സെൽഫി വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ട് ഇതുപോലെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഇതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ യൂസർ IDയും പാസ്വേഡും നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് വരുന്നതായിരിക്കും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്.